ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നും ഇന്നലത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ 2-3 റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മുട്ട വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസിലുള്ള ഉള്ളിയും ചെറിയൊരു ക്യാപ്സിക്കവും 3-4 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് ക്യൂബായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ക്യാപ്സിക്കവും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് നെയ്പത്തിലിൻ്റെ അരി ബാക്കിയുണ്ടേനു, അത് വെച്ചിട്ട് ഉണ്ടപ്പുട്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇവിടെ 2 മീഡിയം സൈസിലുള്ള ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും മസാല ഒന്നിച്ചിട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്യാനിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് അല്പം ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതവിടെ ആകുമ്പോഴേക്കും മറ്റേ പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെമ്മീനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. എന്നിട്ട് ഈ ഓയിലിലേക്ക് തന്നെ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉള്ളിയും പച്ചമുളകും പിന്നെ അല്പം കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പുറം വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ സോയാ സോസ്, 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടപ്പുട്ടിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഇവിടെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അതിനുശേഷം ഫ്രൈ ചെയ്തിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയത്തേക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മുട്ട വെച്ചുള്ള സ്നാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇനി ഇത് ചപ്പാത്തിയുടെ ബോൾസ് പോലെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെടുത്ത ബോളിൻ്റെ വണ്ണത്തിൽ ഇതേപോലെ 2 പീസാക്കി മാറ്റാനാണ് കഴിയുക. ഇനി ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി ഇത് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം.
ഇനി ഉണ്ടപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്പ്പത്തിലിൻ്റെ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ട് പൊടി ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസാക്കി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം നടുവിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതൊരു ബോൾ ഷേപ്പ് ആക്കി എടുക്കാം. ഇനി കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ട് ഈ ഓരോ ബോളും ഇതിലേക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ചെയ്ത ശേഷം ഇതെല്ലാം ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഇനി നോമ്പ് തുറക്കാനായിട്ട് പച്ചമാങ്ങ വെച്ചിട്ട് ജ്യൂസ് അടിക്കാമെന്ന് കരുതി. അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ അത്യാവശ്യം മൂത്ത മാങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെടുത്ത മാങ്ങ കട്ട് ചെയ്ത് നോക്കി അല്പം കൂടി കൂടുതൽ മൂപ്പുണ്ട്. പിന്നെ അത് വെച്ച് തന്നെ ജ്യൂസ് അടിക്കാമെന്ന് കരുതി. അപ്പോൾ മാങ്ങ തോലോട് കൂടെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ മാങ്ങ ജ്യൂസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഒരു പച്ചമുളക് നടുക കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളക് എടുത്ത് കളയണം, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസാണ്. എരിവും പുളിയും മധുരവും ഉപ്പുമൊക്കെ വന്നിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ രാത്രിയേക്ക് ബീഫ് കറി വെച്ചിട്ട് ഉമ്മ ഇവിടെ നെയ്ച്ചോറ് വെക്കുകയാണ്. ഇനി ഈ സ്നാക്ക് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഉണ്ടപ്പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.